ചന്ദ്രികാ ദിനപത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ നിന്ന് ജി സുധാകരൻ പിന്മാറി എന്നുള്ള വിവരമാണ് വരുന്നത്. വിവാദത്തിന് താല്പര്യമില്ല എന്ന് സുധാകരൻ ആലപ്പുഴയിലെ ലീഗ് നേതാക്കളെ അറിയിച്ചു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്യാമ്പയിൻ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സുധാകരൻ ആവശ്യപ്പെട്ടെ എന്നാണ് ലീഗ് ജില്ലാ പ്രസിഡന്റ് എം നസീർ പ്രതികരിച്ചത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ സമകാലീന സംഭവവികാസങ്ങൾ സുധാകരൻ സാറിനെ കൂടുതൽ ശ്രദ്ധേയനാക്കുകയാണ്. അപ്പം അതും ഈ ചന്ദ്രികയുടെ വരവും കൂടി കൂട്ടിക്കുഴക്കുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ സ്വാഭാവികമായും ഒരു വിവാദത്തിന് നിൽക്കണ്ട എന്ന പുള്ളിയുടെ സൗദ്ദേശം കൊണ്ടാണ് പുള്ളി നല്ല നിലയിൽ നമ്മളോട് ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അക്കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരുമാണ്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ചേർന്നത്. രഘു, താൻ എത്താമെന്ന് പറഞ്ഞതുപോലും ഒരുപക്ഷെ വിവാദമാകുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ CPM പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയതുൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണോ വരുന്നില്ല അറിയിച്ചത്? ഈ ലീഗ് നേതൃത്വം പറയുന്നത് പോലെ ഇനി വരുമെന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടോ? താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയതാണോ? പൂജ, നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചധികം ദിവസമായി മുഖ്യമന്ത്രി നേരിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ പാണക്കാട് തങ്ങളുടെ അതിരൂക്ഷമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. CPM നേതാക്കളെല്ലാം തന്നെ തങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയുടെ പ്രചരണ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതൊരു രാഷ്ട്രീയ ഔചിത്യമല്ല എന്നുള്ളൊരു നിലപാടാണ് ജി സുധാകരനുള്ളത്. എന്ന് മാത്രവുമല്ല, മാധ്യമങ്ങളെല്ലാം സാധാരണ നിലയിൽ ഇത്തരമൊരു ക്യാമ്പയിനിൽ മാധ്യമങ്ങൾ എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ജി സുധാകരനെ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നൊക്കെയുള്ള പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ രാവിലെ ജി സുധാകരന്റെ നവനീതം എന്ന വീട്ടിൽ എത്തിയത്. അപ്പോഴേക്കും ലീഗ് നേതാക്കളും എത്തിയിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ലീഗ് നേതാക്കളെ അറിയിക്കുകയായിരുന്നു. സുധാകരൻ സാധാരണ നിലയിൽ ഇത്തരത്തിൽ എതിർ പാർട്ടികളുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. മുൻപ് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം വലിയ വായനയും ഒക്കെയുള്ള അത്തരത്തിലൊരു ഭൗതിക തലമുള്ള ആളുകൂടി ആയതുകൊണ്ട് ഇത്തരം പരിപാടികളിൽ എതിർ പാർട്ടിക്കാർ അദ്ദേഹത്തെ ക്ഷണിക്കാറുമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ ഇത്തരത്തിൽ ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികളുടെയും മര്യാദ ഒക്കെ കൊണ്ടുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് ഈ പരിപാടി മാറ്റിവെക്കണമെന്ന് ജി സുധാകരൻ ലീഗ് നേതാക്കളോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ലീഗ് നേതാക്കൾ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അല്ലാതെ ജി സുധാകരൻ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കില്ല. കാരണം മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ്. അതിന്റെ വരിക്കാരനാകുക എന്നുള്ളത് അത്ര ഒരു രാഷ്ട്രീയ വിവാദമോ അങ്ങനെയൊന്നും ആകേണ്ട കാര്യമില്ല. പക്ഷെ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ തങ്ങൾക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അനുചിതമാകും എന്നുള്ള ചിന്തയാണ് ഈ ക്യാമ്പയിനിൽ നിന്ന് തൽക്കാലത്തേക്ക് പിൻവാങ്ങാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ.